ഇല്ല കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കാർത്തിക് കല്യാണിന്റെ അരിയിലേക്ക് വരാനായിട്ട് കാറിൽ വരുവാണ്. ഈ സമയത്ത് കാർ പത് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. പെട്ടെന്ന് കാർത്തി ചോദിച്ചു, അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കണം ഡ്രൈവറോട്. അത് എന്താണെന്ന് അറിയത്തില്ല മാഡം, പെട്ടെന്ന് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയെന്ന് പറയണം. അങ്ങനെ വണ്ടി കേടായി കഴിഞ്ഞ പിന്നെ കാർത്തിക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാർത്തി അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് ഡ്രൈവറോട് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയണം. ആ സമയത്താണ് ജെറി ജോണ് പോകാനായിട്ട് ഇറങ്ങിയത്. പെട്ടെന്ന് കല്യാണി അങ്ങോട്ടേക്ക് ചെന്നു. കല്യാണി എന്നിട്ട് ചോദിച്ചു, അല്ല ജെറിച്ചോൺ ഇപ്പൊ എവിടെയാ താമസിക്കണേന്ന് ചോദിക്കണം. അത് പിന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ചോദിച്ചു, അല്ല ഗസ്റ്റ് ഹൗസിലാണോ എന്ന് ചോദിക്കണം. ഇല്ല, അവിടുന്ന് മാറി ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാന്ന് പറയണം. ആഹാ, ഇവിടെ കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അത്രയ്ക്കൊന്നുമില്ല, കുറച്ച് പേരെ ഉള്ളെന്ന് പറയാം. അല്ല സ്ഥലം ഏതാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ജെറിക്ക് തോന്നി, ഇനിയിപ്പോ ഇവൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിടി കൊടുക്കരുത്, പിടി കൊടുക്കാതെ പതുക്കെ വഴുതി മാറിപ്പോണം. പെട്ടെന്ന് ഒന്നും അറിയത്തില്ലാത്ത മടി ചെറു പറഞ്ഞു, കൃത്യമായിട്ട് സ്ഥലപ്പേര് എനിക്ക് അറിയില്ല എന്ന് പറയണേ. ഓ അങ്ങനെയല്ലേ, അല്ല പാലാരി വീട്ടതാണോന്ന് ചോദിക്കണേ. അതൊന്നും എനിക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ ചെന്നിട്ട് കൃത്യമായിട്ട് സ്ഥലം എവിടെയാന്ന് ചോദിച്ചിട്ട് ഞാൻ കല്യാണിയെ വിളിച്ച് പറയാന്ന് പറയാം. എന്നാ ശരി എന്ന് പറയണം. അതെ എനിക്ക് കുറച്ച് ധൃതിയുണ്ട്, ഞാൻ പോയിക്കോട്ടെ കല്യാണി എന്ന് ചോദിക്കുക. ആയിക്കോട്ടെ തീർച്ചയായിട്ടും പോയിക്കോളാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, ജെറി പോയി തന്റെ ബുള്ളറ്റ് എടുത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയത്താണ് കാർത്തിക് കല്യാണിയെ വിളിക്കുന്നത്. കല്യാണിയെ വിളിച്ചിട്ട് പറഞ്ഞു, കല്യാണി ഞാൻ വരാനായിട്ട് അങ്ങോട്ടേക്ക് വന്നാ, പക്ഷെ വഴിക്ക് വെച്ച് എൻ്റെ കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി പോയെന്ന് പറയണം. അത് കേട്ടപ്പോൾ കല്യാണി ചോദിച്ചു, എവിടെ കാർത്തിയേച്ചി നിൽക്കണമെന്ന് ചോദിക്കാം. നിങ്ങൾക്ക് എന്നാ സ്ഥലം പറഞ്ഞു കൊടുത്തു, അന്നെങ്കിൽ അവിടെ തന്നെ നിന്നു, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം. പെട്ടെന്ന് തന്നെ കല്യാണി എന്ത് ചെയ്യാണ്, വണ്ടി എടുത്തുകൊണ്ട് നേരെ പോവുകയാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കാർത്തിയെ പെട്ടെന്ന് കല്യാണിയെ കണ്ടെന്ന് പറഞ്ഞു, ദേ ഇപ്പോഴവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, ആ ഗംഗാപ്രസാദ് എന്ന് പറയണേ. ഇപ്പൊ പോയോ? അതെ, ഇപ്പൊ ഒരു മിന്നൽ പോലെ അങ്ങോട്ട് പോകുന്നു കണ്ടെന്ന് പറയണേ. ഇപ്പൊ അവന്റെ പുറകെ പോവുകയാണെങ്കിൽ നമുക്ക് പിടികൂടാന്ന് പറയണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. കല്യാണി പറഞ്ഞു, എന്നാ കേറി കാർത്തിച്ച വണ്ടിയായിരുന്നു പറയണം. അങ്ങനെ അവരും എന്ത് ചെയ്യണം, പറപ്പിച്ച് അവന്റെ ബൈക്കിന്റെ മുന്നിൽ, അവന്റെ ബൈക്കിന്റെ പുറകെ കൂടെ വിടുവാണ്. ഈ സമയത്ത് പോകുന്ന സമയത്ത് കല്യാണിയോട് കാർത്തിക പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് നീ ഉദ്ദേശിക്കുന്ന ജെറി തന്നെയാണ് ഈ ഗംഗാപ്രസാദ് എന്ന് പറയണേ. ഉറപ്പാണോ ചേച്ചി? ഉറപ്പാ, എനിക്ക് വേറൊരു സംശയമില്ലെന്ന് പറയണേ. കാരണം അവന്റെ കള്ളത്തരങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ആ തന്നെ ആവാൻ ചാൻസ് കൂടുതലാന്ന് പറയണേ. ഇത് കേട്ടതും ഇനി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ കല്യാണി പറഞ്ഞു, എന്നാലും അതെങ്ങനെ ശരിയാവും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും അവൻ സഞ്ചരിച്ചെന്ന ബൈക്ക് ആ ഒരു ഷോപ്പിംഗ് മാളിന്റെ മുന്നിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് നിൽക്കുന്നത്. മുമ്പ് അവിടെ വെച്ച് ഒന്ന് പിടിച്ചാണ്. അന്ന് അവൻ പിടിയിരുന്ന് രക്ഷപ്പെട്ട് ഓടിയതാണ്. അവിടെ ബൈക്ക് വെച്ചിട്ട് അവൻ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് കാർത്തി പറഞ്ഞു, കണ്ടില്ലേ അവൻ കയറി പോകുന്ന കണ്ടില്ലേ, ഈ ഷോപ്പിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഇനിയിപ്പോൾ ആ ഷോപ്പിലെ മാനേജറുമായിട്ട് അവൻ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോന്ന് അറിയില്ല എന്ന് പറയണം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെ പിടികൂടണമെന്ന് പറയാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് അവനായിരിക്കുമെന്ന്. അപ്പോഴാണ് ശരിക്കും കല്യാണി മുഖം ശ്രദ്ധിച്ചേ. അവൻ ഇങ്ങോട്ട് ബൈക്ക് വെച്ചിട്ട് തിരിഞ്ഞു വരുന്ന സമയത്ത് ജെറിയാണത്. അങ്ങനെയാണെങ്കിൽ ഈ ജെറി തന്നെയാണ് ഗംഗാപ്രസാദ്. ആ സത്യം കല്യാണി അപ്പൊ തിരിച്ചറിയായിരുന്നു. പെട്ടെന്ന് കാർത്തിക് പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞ സംശയം ശരിയായില്ലേന്ന് ചോദിക്കാം. അതെ, എന്നാലും ഇത് എങ്ങനെ ശരിയായി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം. എന്നാലും പിന്നെ കിരണേട്ടൻ രക്ഷിച്ചെന്തിനാ? കിരണേട്ടനെ ശരിക്കും പറഞ്ഞാല് ഈ ഗംഗാപ്രസാദ് രക്ഷിച്ചുകൊണ്ടല്ലേ കിരണേട്ടൻ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നേ, അല്ലെങ്കിൽ കിരണേട്ടൻ ഇപ്പൊ ഭൂമിക്ക് മീതെ കാണില്ലായിരുന്നു പറയണം. ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു, കല്യാണി നിനക്ക് ഇതുവരെയായിട്ടും തലയ്ക്കകത്ത് ആൾതാമസം ആയില്ലെന്ന് ചോദിക്കണം. എന്താ അങ്ങനെ പറഞ്ഞേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞ ഗംഗാപ്രസാദ് നിങ്ങളുടെ ആ വലയിലാക്കുകയോ ചെയ്തതെന്ന് പറയണം. ഞങ്ങളുടെയോ? അതെ, രാഹുല് ആയിരിക്കില്ല മിക്കവാറും തലക്കടിച്ച കിരണിന്റെ, ഇവനായിരിക്കും. ഇവൻ അങ്ങോട്ട് സന്ത്രത്ത് കയറാൻ വേണ്ടി ഒരു സൂത്രം ഒപ്പിച്ചായിരിക്കും. ആ അപകടം ഉണ്ടായ സമയത്ത് ഇവന്റെ ഗുണ്ടകളായിരിക്കും അത് ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നീട് മനഃപൂർവ്വം ഇവൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാ. കാരണം ആ വീട്ടിലേക്ക് ഇവന് കയറി പറ്റണമെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ, അതിന് വേണ്ടിട്ടാന്ന് പറയണ. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവനെ വെറുതെ വിടില്ല കാർത്തിയേച്ചി, ഇപ്പൊ തന്നെ നമുക്ക് ഇവനെ പൊക്കണമെന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, രണ്ടുപേരും ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറുവാണ്. ആ സമയം മാനേജർ അവിടെ ഉണ്ടായിരുന്നു. മാനേജർ ചോദിച്ചു, അല്ല ഇപ്പൊ ഇവിടെ ഒരു ഗ്രേ ഷർട്ട് ഇട്ട് ഒരാളെ അങ്ങോട്ട് കയറി പോകുന്നുണ്ടോന്ന് ചോദിക്കാം. മുകളിലേക്ക് കയറി പോയിട്ടുണ്ടോ മാടെന്ന് പറയണം. പിന്നീട് രണ്ടുപേരും കൂടെ മുകളിലേക്ക് കയറി ഓടി ചെല്ലുവാണ്. ആ സമയത്ത് ഗംഗാപ്രസാദ് അവിടെ എന്ത് ചെയ്യണം, ഒരു തൊപ്പിയൊക്കെ എടുത്ത് തലേ വെച്ചു, ഒരു മാസ്ക് ഒക്കെ എടുത്ത് വെച്ചു. പിന്നീട് അതിലൂടെ ഇങ്ങനെ ജെൻസിന്റെ സെക്ഷനിൽ ഇങ്ങനെ പരതി നടക്കുക. കാരണം വേഷം മാറുന്നതനുസരിച്ച് ഡ്രസ്സും വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട്, പക്ഷെ ഇവിടെ വെച്ച് തന്നെ ആരും കണ്ടാൽ തിരിച്ചറിയരുത്, അതിനു വേണ്ടിയിട്ടാണ് മാസ്കും അതുപോലെ തന്നെ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ കാർത്തിക പറഞ്ഞു, അവൻ ഭയങ്കര വിദ്വാനാ, നമ്മുടെ കണ്ണു മേടിച്ച് പോകാൻ ശ്രമിക്കും എന്ന് പറയണം. കല്യാണി പറഞ്ഞു, ഒരു കാരണവശാലും വിടില്ല, ഇന്നത്തോട് അവന്റെ കള്ളത്തരം പൊളിച്ചെടുക്കണം എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും രണ്ട്
വഴിക്ക് അങ്ങോട്ട് പോകണം. അങ്ങനെ ഇത്തിരി അങ്ങോട്ട് അതിലൂടെ എല്ലാം തപ്പി നടന്നു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അവൻ പുറത്തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഓഹോ, അപ്പം ഇവൻ ഇവിടെ നിൽക്കുക, കാണാതെ ആരും കാണാതെ മാറിയില്ലോടെ ഇങ്ങനെ മാറി മറിഞ്ഞ് നടക്കുക. ഇവനിട്ടൊരു പണി കൊടുക്കണമല്ലോ. അപ്പോഴേക്കും കാർത്തിക അങ്ങോട്ടേക്ക് വന്നു. കാർത്തികയോട് കാണിച്ചു ഇതേ നിൽക്കുന്നു പറയാണ്. കല്യാണി പതുക്കെ പോയി തോളത്ത് തട്ടി കഴിഞ്ഞപ്പോഴത്തേനും അവനിങ്ങനെ തിരിഞ്ഞു നോക്കുവാണ്. തിരിഞ്ഞു നോക്കി കല്യാണിയെ കണ്ടു. കല്യാണിയെ കണ്ടപ്പോൾ അവന് പെട്ടെന്ന് എന്ത് ചെയ്യണം നടത്തില്ല. ഈ സമയം കല്യാണി പറഞ്ഞു ആ മാസ്ക് ഒന്ന് മാറ്റാൻ പറയാണ്. പക്ഷെ അവൻ മാസ്ക് മാറ്റാനായിട്ട് കൂട്ടാക്കിയില്ല. അപ്പോഴേക്കും കാർത്തിക കൊണ്ട് മുന്നിലേക്ക് വന്നു. കാർത്തികയോടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന് പ്രേതത്തെ കണ്ടൊരു അവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പെട്ടെന്ന് അവൻ അങ്ങോട്ട് ഓടാൻ തുടങ്ങിയപ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഓടി വന്നു. അവനെ പിടികൂടിയിട്ട് കല്യാണം പറഞ്ഞു മാസ്ക് മാറ്റണമെന്ന് പറയണം. അങ്ങനെ അവന്റെ മാസ്ക് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും അത് ജെറി ജോണെന്ന ഗംഗാപ്രസാദ് ആയിരുന്നു. പെട്ടെന്ന് കല്യാണി പറഞ്ഞു ആഹാ, അപ്പം നീ ആയിരുന്നില്ലേ ആൾമാറാട്ടം നടത്തിക്കൊണ്ടിരുന്നേ, അപ്പം നീ ജെറിയാന്ന് പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്ന് വെറുതെ ആയിരുന്നില്ലല്ലേ, അപ്പം നീ ഗംഗാപ്രസാദ് അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അവന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാർത്തി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവനാ ഗംഗാപ്രസാദ് ആയിരിക്കുന്നു. ഈ സമയം അവിടെ പിടികൂടുന്ന സ്റ്റാഫുകളെയൊക്കെ അവന് ഇടിക്കുവാണ്. കാരണം അവരെയൊക്കെ ഇങ്ങനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവിടെ നിന്ന് അവൻ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് കല്യാണി പറഞ്ഞു അവനെ വിടല്ല, പിടികൂടാൻ പറയണം. അങ്ങനെ അവർ പുറകെ ചെന്നെങ്കിലും അതിലൊരുത്തനെ വയറിട്ട് തൊഴിച്ചിട്ട് അവൻ അപ്പം തന്നെ ബൈക്കിൽ കയറി പോവാണ്. ഈ സമയത്ത് കല്യാണി പറഞ്ഞു അവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയാം. കാർത്തിക പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം. ഒരുപക്ഷെ അവന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. വീട്ടിൽ ചെന്നിനി ഇപ്പം കിരണിനെ എന്തെങ്കിലും ചെയ്യുമോന്ന് പോലും പറയാൻ പറ്റില്ലെന്ന് പറയണം. കല്യാണി പറഞ്ഞു എന്നാൽ പെട്ടെന്ന് കയറി വെച്ച് നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പറയണം. പോകുന്ന വഴിക്കും കല്യാണിക്കാണെങ്കിൽ അങ്ങ് ടെൻഷൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇത്ര അതിവിദഗ്ധമായിട്ട് അവൻ വീട്ടിൽ കയറി ഇങ്ങനെ പണി തന്നെങ്കിൽ അവൻ ചില്ലറക്കാരനല്ല. കാർത്തിക പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾ ഗംഗാപ്രസാദിനെ കുറിച്ച് ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അവൻ അതിവിദ്വാന ബുദ്ധിമാനുമാണ്. അതുകൊണ്ടല്ലേ ആദ്യം തന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തേ. അവനറിയാം എങ്ങനെ കളിക്കണം എന്നൊക്കെ. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അവന് ശരിക്കും കല്യാണിയെ അറിയത്തില്ല, അതുകൊണ്ടാണ് അവന്. പക്ഷെ അവന്റെ കള്ളത്തരം പിടികൂടിയല്ലോ, അവന് മനസ്സിലായി ഇനിയിപ്പോൾ അവന് നമ്മുടെ മുന്നിലേക്ക് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. പിന്നീട് അവർ വീട്ടിലേക്ക് ചെല്ലുക. ഈ സമയം കിരൺ ആ പാടെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും കല്യാണിയും കാർത്തികയും കൂടി ചെന്നു. ദീപേ താര അവരെല്ലാവരും കൂടെ ഇറങ്ങി വരികയും ചെയ്തു. അപ്പത്തേനും കിരൺ ചേച്ചി എന്തായി കാര്യങ്ങൾ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കിരണെ, അത് ഗംഗാപ്രസാദ് തന്നെയായിരിക്കും, അവൻ ഗംഗ തന്നെയാന്ന് പറയണം. ഈ ജെറി ജോൺ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ ഇത്രയും കാലം അഭിനയിച്ചുകൊണ്ടിരുന്നേ അവനാണ് ആ ഗംഗയാന്ന് പറയണം. ഇത് കേട്ട കിരൺ പറഞ്ഞു എന്നാലും അയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ, അയാൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കുകയാണ്. ഇവിടെ ജെറി ജോൺ എന്ന പേരിൽ ഇവിടെ കയറി പറ്റേണ്ട കാര്യം എന്താ? അത് മാത്രമല്ല ഞാൻ വീണ് കിടന്ന സമയത്ത് എന്നെ രക്ഷിച്ച അയാളല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ കാർത്തി പറഞ്ഞു അത് അവനെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ചല്ലേ കിരണെന്ന് പറയാണ്. തെറ്റിദ്ധരിപ്പിച്ചോ? അതെ, ശരിക്കും പറഞ്ഞാല് കിരണിന്റെ അങ്കിളല്ല ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. കിരണിന്റെ തലക്കടിച്ചും കിരണിനെ വീഴ്ത്തിയതൊക്കെ ആ ഗംഗാപ്രസാദ് ആയിരിക്കും എന്ന് പറയണം. പെട്ടെന്ന് കിരണിന്റെ മനസ്സിൽ കൂടെ ആ കാര്യങ്ങളൊക്കെ കടന്നു പോവാണ്. താനവിടെ നിൽക്കുന്ന സമയത്ത് അവൻ അങ്ങോട്ട് വന്നതും പിന്നീട് എല്ലാ ഗുണ്ടകളൊക്കെ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഒരുത്തം വന്ന് തൻ്റെ തലക്കിട്ട് അടിയച്ച്. അതിനുശേഷമാണ് ഇവൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അത് കൂട്ടി വായിച്ച് നോക്കുവാണെങ്കിൽ ഇവന്റെ ഗുണ്ട തന്നെ ആയിരിക്കണം തന്നെ തല്ലിയത്. തനിക്കറിയത്തല്ലോ ഈ പറയുന്ന രാഹുലിനെ ഏൽപ്പിച്ച ഗുണ്ടയാണോ അതോ ഇവന്റെ ഗുണ്ടയാണോ എന്നുള്ള കാര്യം. കിരൺ പറഞ്ഞു ഇപ്പൊ എനിക്കെല്ലാം വ്യക്തമാകുന്നുണ്ട്, ഇവനെല്ലാം മനഃപൂർവ്വം പ്ലാൻ ചെയ്ത കാര്യങ്ങളാന്ന് പറയണം. അതാ ഞാൻ പറഞ്ഞേ ഇവനെല്ലാം പ്ലാൻ ചെയ്താന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും കിരണേട്ടാ? കിരണേട്ട എഴുന്നേറ്റിട്ടുണ്ടെന്ന് അവൻ അറിയത്തില്ല. ചിലപ്പോൾ മിക്കവാറും അവൻ ഇങ്ങോട്ടേക്ക് കിരണേട്ട എന്തെങ്കിലും ചെയ്യാൻ വരുമെന്ന് പറയണം. കിരൺ പറഞ്ഞു അവൻ വരട്ടെ, ഇത്രയും കാലം അവൻ ഞാൻ എഴുന്നേറ്റിരുന്നല്ല അവൻ കരുതിയിരിക്കുന്നത്. ഇനി അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഞാൻ എഴുന്നേറ്റെന്ന് അറിയണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു അത് റിസ്ക് ആയിട്ടുള്ള കാര്യമല്ലേ? കല്യാണി പറഞ്ഞു വേണ്ട കിരണേട്ട, അത് പറ്റില്ല, അടിക്ക് തിരിച്ചടി എന്നെ കൊടുക്കണം. ഇനി അവൻ അറിയണം ഞാൻ ആരാണ് എന്താന്നൊക്കെ. ഇത്രയും നാളും അവൻ വിലസിയില്ലേ, ഇനി എന്റെ സമയമെന്ന് പറയണം. ഞാനാണ് ഈ കളി കളിക്കാനായിട്ട് പോകുന്നത്, ഇനി കളത്തിലിറങ്ങി കളിച്ചിട്ടേ കാര്യമുള്ളൂ, പാത്തും പതുങ്ങി ഇരുന്നിട്ട് കാര്യമില്ലെന്ന് പറയണം. കല്യാണി പറഞ്ഞു അടിക്കണം, തിരിച്ചടി തന്നെ കൊടുക്കണം, ഒരു കാരണവശാലും അവനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയണം. കാർത്തി പറഞ്ഞു സൂക്ഷിച്ചും കണ്ടും വേണം, അവൻ നിസ്സാരക്കാരനല്ല, അറിയാലോ. അവൻ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് എത്ര തറവേലകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവനെ അറിയാലോ അവൻ എത്രമാത്രം പിടിപാടുകളും കാര്യങ്ങളും ഉണ്ട്, അവൻ എന്തൊക്കെ കളികൾ കളിക്കുന്നു. കിരൺ പറഞ്ഞു ഇനി എന്റെ മുന്നിൽ അവൻ ഒരു കളിയായിട്ട് വരാൻ പറ്റില്ല കാർത്തിയെ, ഞാൻ ആ പറയണേന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.